തഹ്ലിയ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ചെയ്തു കൊള്ളണം എന്ന് തീട്ടൂരം ഇറക്കാൻ നിങ്ങൾ ആരാണ്? ഹേ, ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. അവിടെ നിങ്ങൾ നിങ്ങളുടെ ഇരട്ടത്താപ്പ് പുറത്ത് എടുക്കരുതെന്നാണ് എനിക്ക് ഇവിടെ ഇരിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്. ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകും. ലോകത്ത് എന്താ ഇസ്ലാമിക സംസ്കാരം മാത്രമേ ഉള്ളൂ? വേറെ ആളുകൾക്കൊന്നും സംസ്കാരമില്ലേ? ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സംസ്കാരം ഉള്ളതുപോലെ തന്നെ ഇവിടെ ഈ സംസ്കാരത്തിന്റെ ഭാഗമാണ് ഈ പറയുന്ന സാധനം എന്ന് നിങ്ങൾക്ക് സമ്മതിക്കാൻ എന്താ ബുദ്ധിമുട്ട്? അവിടെ നിങ്ങൾ നിങ്ങളുടെ ഇരട്ടത്താപ്പ് പുറത്ത് എടുക്കരുതെന്നാണ് എനിക്ക് ഇവിടെ ഇരിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്. സ്വാതന്ത്ര്യം വിട്ടുകൊടുത്തിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കണം. അല്ല, ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. രണ്ടാമത്തെ കാര്യം ഇതാണ്, ഇവർ വിശ്വാസ സ്വാതന്ത്ര്യത്തിന് നിൽക്കുന്നു എന്ന് പറയുകയും തഹ്ലി ഏതെങ്കിലും തരത്തിലൊരു സംഗതി ചെയ്താൽ അത് ഉടനെ ആളുടെ വിശ്വാസ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് കൊണ്ടുപോവാണ്. തഹ്ലിയക്ക് ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യമാണ് എടുക്കണം എന്ന് തോന്നിയതുണ്ടെങ്കിൽ അത് വിട്ടുകൊടുക്കേണ്ട ബാധ്യത നിങ്ങൾക്കില്ലേ? നിങ്ങളല്ലേ വിശ്വാസ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഒച്ചമാളം ഉണ്ടാക്കുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാണ് തഹ്ലിയുടെ വിശ്വാസ സ്വാതന്ത്ര്യത്തിന്റെ കൂടെ നിൽക്കാത്തത്? എന്താണ് ഇതൊക്കെ കേട്ടിട്ട് എന്റെ മസിൽസ് വെട്ടി കേറിയിട്ട് ഇതാ നിങ്ങളുടെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം, ഇവിടെ നിങ്ങൾ ഇതിനെ എതിർക്കുന്നു. ഇവിടെ ചോദിച്ചു, എന്നാലും ഞാൻ ചോദിക്കുകയാണ്, മമ്മൂട്ടി ഇവിടെ കത്തിച്ചു, അല്ലെങ്കിൽ യൂസുഫ് അലി ഇവിടെ കത്തിക്കുന്നു. നിങ്ങൾ എവിടെയെങ്കിലും ഇതേപോലെ ഇറങ്ങി തുള്ളി ഇതേപോലെ ഇത് ചെയ്യരുതെന്ന് പറയുന്നത് നമ്മളിവിടെ കണ്ടിട്ടുണ്ടോ? ഇല്ല, നിങ്ങൾ ഇത് ചെയ്യില്ല. അന്നേരം നിങ്ങൾ എന്താ പറയാ? മമ്മൂട്ടി അല്ല ഇസ്ലാം എന്ന് പറയും. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പം. യൂസുഫ് അലി അല്ല ഇസ്ലാം എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ തഹ്ലിയ അല്ല ഇസ്ലാം എന്നങ്ങ് പറഞ്ഞ് തീരേണ്ട കാര്യമുള്ളൂ. പക്ഷെ ഇത് നിങ്ങൾ പറയാതെ തഹ്ലിയ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ചെയ്തു കൊള്ളണം എന്ന് തീട്ടൂരം ഇറക്കാൻ നിങ്ങൾ ആരാണ്? ഹേ, ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, പൊതുവിടങ്ങളിലെ നിഷ്പക്ഷത എന്ന കാര്യം പറയുന്നുണ്ട്. അവിടെയാണ് EMSനെയും EK നയനാരെയും ഇവർ കോട്ട് ചെയ്യുന്നത്. കാരണം അവർ പൊതുസമൂഹത്തിൽ നിഷ്പക്ഷത പാലിച്ചു എന്നുള്ളതാണ്. അത് മനസ്സിലാക്കാനുള്ള വിവരം. അതായത് EK നയനാർ കത്തിച്ചിട്ടില്ല, അത് അയാളുടെ സൗകര്യം. തഹ്ലിയ കത്തിച്ചിട്ടുണ്ട്, അത് ആ തഹ്ലിയയുടെ സൗകര്യം. ആ സൗകര്യത്തിന് വിട്ടുകൊടുക്കാൻ ഇവർ എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല എന്ന് ചോദിക്കുന്നത്. പ്രത്യേകിച്ച് ഇവര് വിശ്വാസ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലവിളിക്കുന്ന ടീമല്ലേ? അപ്പൊ ഇവരല്ലേ തഹ്ലിയയുടെ വിശ്വാസ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അത് കുറഞ്ഞതാണെങ്കിലും കൂടിയതാണെങ്കിലും അതിന് വിട്ടുകൊടുക്കേണ്ട ആളുകൾ നിങ്ങളല്ലേ? സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇപ്പൊ എന്തേ നിങ്ങൾ അത് വിഴുങ്ങുന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. ശരി, മുഹമ്മദ് അമീർ അങ്ങനെ എന്തിനാണ് വിശ്വാസ സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്നത്? ഓരോരുത്തർക്കും അവരുടേതായ വിശ്വാസം പാലിക്കണോ വേണ്ടയോ, അത് എത്രമാത്രം പാലിക്കണം, അതിന്റെ പരിധി എത്രമാത്രം എന്ന് നിശ്ചയിക്കുവാനുള്ള അധികാരമുണ്ടല്ലോ. അതിലെന്തിനാണ് ഇടപെടുന്നത്? ശ്രീ മുഹമ്മദ് അമീർ വിഷയം ചർച്ചയാകുമ്പോൾ അത് മതവുമായി ബന്ധമുണ്ടെങ്കിൽ അതിന്റെ മത അധ്യക്ഷന്മാർ സ്വാഭാവികമായി അഭിപ്രായം പറയും. ശരി, അതേ സംഭവിച്ചിട്ടുള്ളൂ. ശരി, അല്ലാതെ തീയിനോട് എതിർപ്പില്ല, അതിനോടൊന്നും നമുക്ക് എതിർപ്പ്. വിളക്ക് കത്തി, പക്ഷെ അത് കത്തിക്കുന്നതിനോട് അല്ല, പൊതുവേദികളിൽ ഇസ്ലാം മത വിശ്വാസികൾ എതിർപ്പാണ്. അത് എങ്ങനെ വന്നു? അതിൽ ആരാധനയുടെ അംശമുണ്ട്. അപ്പൊ നമ്മള് പിന്നെ ഈ പഞ്ചഭൂതങ്ങൾ, ഇപ്പൊ ഭൂമി അല്ല, ഒരു മിനിറ്റ്, ഭൂമി, ജലം, അഗ്നി, വായു, പിന്നെ ആകാശം, ഇങ്ങനെ പഞ്ചഭൂമി. ഈ പഞ്ചഭൂതങ്ങളിൽ പെട്ടതാണ് അഗ്നി. ഈ അഗ്നി ഒരു സൃഷ്ടിയാണ്. അഗ്നി ഒരു സൃഷ്ടിയാണ്. സൃഷ്ടിയിൽ നിന്ന് എന്തെങ്കിലും ഐശ്വര്യം പ്രതീക്ഷിക്കുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ച് അവരുടെ മതപരമായ വിശ്വാസത്തിനെതിരാണ്. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.